इंशाअल्लाह अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा और पूरे സുഹൃത്തുക്കളെ കാര്യം മനസ്സിലായോ? കേരള ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, കേരള സ്റ്റോറി. കേരള ഫയൽസ് അല്ല, ആ കേരള സ്റ്റോറി കൃത്യമായി നമുക്കറിയാം, അതൊരു സംഘീയ പ്രൊപ്പഗണ്ട സിനിമയാണ്. കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളം വിട്ടേക്കും ഇന്ത്യ മുഴുവനുള്ള മുസ്ലിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കളെ മുസ്ലിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ മുഴുവൻ ഒരു ഇസ്ലാമിക രാജ്യമായി തീരും എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ. അതിന്റെ ഭാഗമായിട്ട് 2 സിനിമകൾ ഇറങ്ങാൻ പോകുന്നു. ഒരു സിനിമ ഇറങ്ങി കേട്ടോ, അത് കേരള സ്റ്റോറി 1 എന്നായിരുന്നു. അത് വൻ ഫ്ലോപ്പ് സാധനമായിരുന്നു. പക്ഷെ ആ കേരള സ്റ്റോറിക്ക് ഗംഭീരമായിട്ട് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടുമല്ലോ, സ്വാഭാവികമായിട്ട് കിട്ടും. ഈ കേരള സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് തുടക്കം തന്നെ ഒരു അള്ളാഹുവിനൊക്കെ വിളിച്ചിട്ട് ഏതൊരു മുസ്ലിം സംഭവം പറയാണ്, ഇനി അടുത്ത കാലത്ത് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമായി തീരുന്നു. നമുക്ക് എത്ര വൃത്തിയായിട്ടാണ് ഈ ഒരു തീവ്രവാദം ഈ സിനിമയിലൂടെ കലർത്തുന്നല്ലോ നോക്കി. അപരമതസ്ഥർ, അതായത് ഹിന്ദുവിന് അപ്പുറത്തുള്ള എല്ലാ മതസ്ഥരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം മതസ്ഥര് എന്തോ ഒരു വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ എത്ര സിമ്പിളായിട്ടാണ് സിനിമയിലൂടെ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആലോചിച്ചൊക്കെ. ഇത് കാണുന്ന ചില പൊട്ടന്മാര്, ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റി സംഘി പൊട്ടന്മാര് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചു പോകും. ഇവന് കേരളത്തെ കുറിച്ചിട്ടൊക്കെ ഉത്തരേന്ത്യയിൽ അങ്ങോട്ടൊക്കെ നടക്കുന്ന ചില വാർത്തകൾ വളരെ മോശമാണ്, അത് യാഥാർത്ഥ്യമാണെന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് കാണാം. ഇടയ്ക്ക് അതൊന്ന് നിർത്തും കേട്ടോ. भारत में शरिया लागू होगा. ये ब्याह इलीगल है, पॉक्सो केस है ये. 16 साल रही है वो. पेपर्स के हिसाब से ഞാൻ ഇങ്ങനെ കാണാം. की छोरी 18 साल की है. ഒരു മുസ്ലിം വേഷം ധരിച്ചു സ്ത്രീയും കൂട്ടിയിട്ട് ഒരു ചെങ്ങാതി കയറി വരുന്നത് കൂടിയിട്ടാണ് ഈ സിനിമ ഈ ട്രെയിലറൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടി എന്താണ് ഹിന്ദുമത വിശ്വാസിയായിരിക്കാം. ഒരു മുസ്ലിമിനെ കെട്ടിയപ്പോൾ പിറ്റേ ദിവസം മുതൽ പർദ്ദട്ട് വരികയാണെന്ന രീതിയിലായിരിക്കും ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെ ആവാൻ സാധ്യതയുള്ളൂ, വേറെ ഒന്നുമില്ല. अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, अगर हम पे भरोसा है तो कर लेते हैं. क्या आपको मोहम्मद मैदान से निकल कबूल है? कबूल है. सुभान अल्लाह, मुबारक हो, मुबारक हो. हम रिश्ते की बुनियादी धोखों को भी वो रिश्ते गिराने जिंदगी ने लुटा दें. माफ है जान, ऐसा नहीं. അവിടെ ഒരു വിവാഹത്തിന് മുമ്പുള്ള ഒരു സംഗതിയൊക്കെ പറയുന്നുണ്ട്. വിവാഹം കഴിക്കാൻ തയ്യാറെന്നൊക്കെ ഒരു മുസ്ലിം യുവാവാണ് പറയുന്നത്, ഒരു ഹിന്ദു യുവതിയോടാണ്. പിന്നീട് വിവാഹം കഴിച്ചോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് മതം മാറ്റുകയാണ്. അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇനി എന്താ ഇവിടേക്ക് പോകുന്ന അറിയാം. मैं कन्वर्ट नहीं होंगी. और वैसे भी मैं इन सब चीजों में बिलीव नहीं करता. अच्छे तो होंगे ना, वो किस रिलीजन को फॉलो करेंगे? मेरा सलीम ऐसा नहीं है. ഒരു പെൺകുട്ടി പ്രേമിക്കുന്നതിനിടയ്ക്ക് തന്നെ അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരു തരത്തിലും ഒരു കാരണവശാലും ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരില്ല. പിന്നെ എന്തോ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായതിന്റെ ഭാഗമായിട്ടായിരിക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ സലീം അങ്ങനെയല്ല, എൻ്റെ സലീം ഇങ്ങനെ മതം അത്ര വലിയ തീവ്രമായിട്ട് വിശ്വസിക്കാത്ത ഒരാളാണ്. റിട്ടേൺ ബൈ അമർനാഥ് ജാ, വിപുൽ ആൻഡ് അമൃത്ലാൽ ഷാ എന്ന് പറയുന്ന 2 പേരാണ് ഇത് എഴുതിയിരിക്കുന്നത്. കോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആള് ആഷിൻ ഷാ എന്ന് പറയുന്ന ആള്, രവിചന്ദ്ര നള്ളപ്പ എന്ന് പറയുന്ന 2 പേരാണ് ഇത് കോ പ്രൊഡ്യൂസേഴ്സ്. നോക്കാം. हमारा काम है हिंदू लड़कियों को अपना बनाना. हमारे सुनना चाहिए हराम. ये तो धोखा है. ഈ അവസാനം പിന്നീട് വിവാഹം കഴിയുന്നു, മുസ്ലിം മതത്തിലേക്ക് മാറുന്നു. പിന്നീട് മാറിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെക്കൻ്റെ സ്വഭാവം മാറി എന്നൊക്കെ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഓ, लिबरल जर्नलिस्ट कहाँ गया जो रिलीजन में बिलीव नहीं करता था? हम कभी नास्तिक नहीं होते. सिर्फ तुम हाफिज लोग नास्तिक होते हो. ഓക്കെ, രണ്ടാമത്തെ ആളൊക്കെ തന്നെ
രണ്ടാമത്തെ ആള് ഭയങ്കര ലിബറലാണ്, എൻ്റെ ഇന്നാള് ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ രണ്ടാമത്തെ ആളും വിവാഹത്തിന് ശേഷം ഭയങ്കര പ്രശ്നമായി. അയാൾ ലിബറൽ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഒന്നല്ല, വളരെയധികം മതവിശ്വാസമായിട്ടുള്ള ഒരാളാണെന്ന് അവൾ തിരിച്ചറിയുന്നു. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഈ മുസ്ലിം മതത്തെ ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും ഇവിടുത്തെ മുസ്ലിം ജനത എന്താണ് വിളറി പിടിക്കുകയും മറ്റും ചെയ്യുന്നില്ല. അവരെന്ത് തേങ്ങാച്ച ചെയ്തോട്ടെ, നിങ്ങൾ എന്ത് പണ്ടാരം കെട്ട സിനിമാച്ചെടുത്തോളൂ, ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് ഇവിടുത്തെ മുസ്ലിം ജനത ഇതിനെ കാണുന്നത് കേട്ടോ. ബിയോണ്ട് ഹാട്രഡ്. एक पल के लाते भी तुमने हमसे प्यार करो कि नहीं करो? नई जिंदगी में तुझे ഏയ് जीना सीख ले। എന്തൊക്കെ ഹിന്ദു തേങ്ങന്മാരല്ലോ, പക്ഷെ എന്നാലും ഏകദേശം നമുക്ക് കണ്ടാ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് മിണ്ടി പോയത് എന്നുള്ളതാണ്. വാതിലൊക്കെ പൂട്ടിയിട്ട് പോകണം കേട്ടോ. മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മന്ന ഷാ, മനോജ് മന്താസ്. यूनाइटेड नहीं है ना, इसी बात का फायदा उठा रहे हैं वो लोग। हमें आपसे कुछ नहीं चाहिए, बस एक आवाज। മുസ്ലിങ്ങളോട് വന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. മുസ്ലിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്ന ഹിന്ദു. भूखी मर जाओ लेकिन बीफ नहीं खाऊंगी। അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ വിറ്റ്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇത് കേരളത്തിൽ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ വലിയ വിഷമിക്കണം, അടുത്ത് നിന്നോടെ ഇതിനേക്കാൾ ടേസ്റ്റുള്ള വേറെ ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് തമാശകൾക്ക് അപ്പുറം, തമാശയുടെ അപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബീഫ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന നാടുകളൊന്ന് നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ ഭാരതമാണ്. അതും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഇതിൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പൊ ബീഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് എന്ത് കേരള സ്റ്റോറി. കേരളത്തിൽ ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആരെങ്കിലും നിർബന്ധിച്ച് ഇങ്ങനെ കെട്ടി വരിഞ്ഞ് കൊണ്ടുപോയിട്ട് ബീഫ് തിരിക്കുന്നുണ്ടാ? ഞാനൊക്കെ വേണമെങ്കിൽ ബീഫ് വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടി വരിഞ്ഞ് കൊണ്ടുപോകും, മര്യാദയ്ക്ക് ബീഫ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഈ പറയുന്ന പോലൊന്നും ആരും ബീഫ് ആർക്കും കൊടുക്കുന്നില്ല. ഇവിടെ കെട്ടി വരിഞ്ഞിട്ട് ഞാൻ ബീഫ് കഴിക്കൂല എന്ന് പറയുമ്പോൾ കെട്ടി വരിഞ്ഞിട്ട് വായിലേക്ക് തിരികെ കൊടുക്കുക, ഭയങ്കര രസം. ആ പെൺകുട്ടി പേടിച്ചൊരു ഇതാവുന്നു. കുറേ എന്താ തൊപ്പി വെച്ച അല്ലെങ്കിൽ മുസ്ലിം വേഷം ധരിച്ച കുറെ ആളുകളൊക്കെ ചുറ്റും കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ കയ്യും കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ബീഫ് തീറ്റിക്കുകയാണ്, മക്കളെ ബീഫ് തീറ്റിക്കുകയാണ്. എന്തൊരു സങ്കടമുള്ള കാര്യം അയച്ചൊക്കെ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പൊന്നു സംഘികളെ, ഉത്തരേന്ത്യ സംഘികളെ, നിങ്ങളൊരു മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ കേരളത്തിൽ നടക്കുന്ന സ്റ്റോറി എന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ ഒരാൾ പോലും നിർബന്ധിച്ച് ബീഫ് ഒരാളെ തീറ്റിപ്പിക്കില്ല. നിങ്ങൾ താല്പര്യമുണ്ടൊക്കെ പോയി കഴിച്ചോളൂ, ഇവിടുത്തെ എല്ലാ കടയിലും കിട്ടും. സംഘികൾക്കെല്ലാം സ്വാഗതം. കേരളത്തിലെ എല്ലാ ഷോപ്പിലും ബീഫ് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. അത് രാവിലെ തന്നെ പോയാൽ ചിലപ്പോൾ നല്ല ഗംഭീര ബീഫൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി വൈകുന്നേരത്തെ നല്ലത് നല്ല പോലെ വെന്ത് നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് ബീഫിൻ്റെ വിളമ്പി തരും. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും ഇതിൽ ഈ പറയുന്ന പോലെ ഒരു തേങ്ങി വാങ്ങില്ല. കേരളത്തിൽ ഈ പറയുന്ന പരിപാടി നടക്കില്ല. നിർബന്ധിച്ച് ഒരാളെ ഇവിടെ ബീഫ് തീറ്റിപ്പിക്കണ്ട. ഇവിടുത്തെ BJP നേതാക്കന്മാരടക്കം ബീഫ് തിന്നിട്ട് അവസാനം ഉള്ളിക്കറി തിന്നെന്ന് പറയുന്ന ഗതികേടൊക്കെ ഉള്ളതാണ്. ഇവിടെ എല്ലാവരും കഴിക്കും. എന്തൊരു സുരേഷ് ഗോപി ചേട്ടടക്കം കഴിക്കും. പണ്ടത്തെ ഒരു വീഡിയോയിൽ സുരേഷ് ഗോപി ചേട്ടൻ വളരെ വ്യക്തിയായിട്ട് പറയുന്നുണ്ട്, ബീഫ് എനിക്കിഷ്ടമാണ്. പിന്നീട് BJPയുടെ ഒപ്പം കൂടിയതിനു ശേഷം ബീഫോ എൻ്റെ വീട്ടിലേക്ക് കയറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും ബാക്കി കാണാൻ ഭയങ്കര രസമുണ്ട്. എവിടെ കേരള സ്റ്റോറി 2 हमें 3 लड़कियां और ഡയറക്ഷൻ കമാക്ഷ്യ നിർണയ സീറ്റ്. 12 लाख मिलते हैं। मुझे लड़की इसमें जो खर्च कर रहा है उसका तुम्हें याद नहीं का वसूली करो। ഒരു കേരളത്തിലെ പെൺകുട്ടിയെ അതിഭീകരമായിട്ട് എന്താണ് ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന രംഗങ്ങളെ കയ്യും കാലൊക്കെ കിട്ടിയിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അത് മകൻ മാത്രമല്ല, ആ വീട്ടിലത്തെ എല്ലാ ആൾക്കാരും ആ പെൺകുട്ടിയുമായിട്ട് അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് സുഹൃത്തുക്കളെ. ആ രീതിയിലൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എന്തൊരു വൃത്തികേടാണ്. കേരള സ്റ്റോറി, കേരളത്തിനെ പേരും ഇട്ടിട്ട്, നമ്മുടെ കേരളത്തിനെ പേരും ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, നട്ടാ കുറുക്കാത്ത നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടെന്ന് ആലോചിക്കുക.
കൃത്യമായിട്ടും ഈ കേരളം എന്ന് പറയുന്ന നാടിനെ വെറുക്കുക. കേരളം നാട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മുസ്ലിം ജനത ഏറ്റവും കൂടുതലുണ്ട്, ഇവിടെ ഭയങ്കര ഭീകരമായിട്ടാണ് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ താമസിക്കുന്നത് എന്നീ പറയുന്നൊരു തരത്തിലുള്ളൊരു ചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പണം മുടക്കി, എത്ര ലക്ഷക്കോടികളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടായിരിക്കുക. ഇത്തവണ ഒരു വ്യത്യാസമുള്ള കുറേ ഉത്തരേന്ത്യൻ പെണ്ണുങ്ങളൊക്കെ കാണാണ്ട്. കഴിഞ്ഞ തവണ ഏതോ മലയാളി പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ഏതോ അതിനെ കൊണ്ടുവന്നിട്ട് ഒക്കെ ആകെ നശിപ്പിച്ച് കൊളാക്കിയിരുന്നു. എന്തായാലും കേരള സ്റ്റോറി തന്നെയാണ്. എന്തായാലും ഇത് കാണുന്ന സംഘികളോടൊക്കെ പറയാണ്, ഇതൊന്നല്ല കേരള സ്റ്റോറി, ഇങ്ങോട്ട് വരി, നല്ല കേരളം എന്താ വെച്ചാൽ കാണിച്ചു തരാം. ബൈ.